ചക്രപാണി ക്ലാസ്സസ് 2.0. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിന്റെ ഒരു ടെസ്റ്റ് പേപ്പറാണ്. 10 ചോദ്യങ്ങൾ അടങ്ങിയ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് പേപ്പറാണ് ഇന്ന് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 10 കറണ്ട് അഫയേഴ്സും ടെസ്റ്റ് പേപ്പർ മോഡലിൽ അതിന്റെ എക്സ്പ്ലനേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്നത്തെ 10 ചോദ്യങ്ങളും പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 10 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, 2023 ബുക്കർ പ്രൈസ് ജേതാവ് ആര്? 2023 ബുക്കർ പ്രൈസ് ജേതാവ് ആര്? ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ ഷെഹൻ കരുണ തിലക, ഷെഹൻ കരുണ തിലക. ഓപ്ഷൻ ബി ഗീതാഞ്ജലി ശ്രീ, ഓപ്ഷൻ ബി ഗീതാഞ്ജലി ശ്രീ. ഓപ്ഷൻ സി പോൾ ലിഞ്ച്, ഓപ്ഷൻ സി പോൾ ലിഞ്ച്. ഓപ്ഷൻ ഡി ഗോർഗി ഗോസ്പോഡിനോവ്. 2023 ബുക്കർ പ്രൈസ് ജേതാവ് ആര് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് ഒന്നുകൂടി പറയാം. ഷെഹൻ കരുണ തിലക, ഗീതാഞ്ജലി ശ്രീ, പോൾ ലിഞ്ച്, ഗോർഗി ഗോസ്പോഡിനോവ്. ഇവരിൽ ആർക്കാണ് 2023 ബുക്കർ പ്രൈസ് ലഭിച്ചത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി പോൾ ലിഞ്ച്. 2023 ബുക്കർ പ്രൈസ് ജേതാവ് എന്ന് പറയുന്നത് പോൾ ലിഞ്ച് ആണ്. പോൾ ലിഞ്ച് ഇദ്ദേഹത്തിന്റെ പ്രൊഫറ്റ് സോങ് എന്ന കൃതിക്കാണ് ലഭിച്ചത്. പ്രൊഫറ്റ് സോങ്, പ്രൊഫറ്റ് സോങ് എന്ന കൃതിക്കാണ് പോൾ ലിഞ്ചിന് 2023 ബുക്കർ പ്രൈസ് ലഭിച്ചത്. പ്രൊഫറ്റ് സോങ് എന്ന കൃതിക്കാണ് 2023 പോൾ ലിഞ്ചിന് ബുക്കർ പ്രൈസ് ലഭിക്കുന്നത്. ഇനി 2022 ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? 2022 ബുക്കർ പ്രൈസ് ലഭിച്ചതാണ് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഷെഹൻ കരുണ തിലക. ഷെഹൻ കരുണ തിലക, ഷെഹൻ കരുണ തിലക. അപ്പോൾ 2022 ബുക്കർ പ്രൈസ് ലഭിച്ചത് ഷെഹൻ കരുണ തിലകയ്ക്കാണ്. ഇദ്ദേഹം ശ്രീലങ്ക സ്വദേശിയാണ്. ശ്രീലങ്ക. ഇദ്ദേഹത്തിന് ബുക്കർ പ്രൈസ് ലഭിച്ച കൃതിയാണ് ദ 7 മൂൺസ് ഓഫ് മാലി അൽമേഡ. ദ 7 മൂൺസ് ഓഫ്, ദ 7 മൂൺസ് ഓഫ് മാലി അൽമേഡ. ദ 7 മൂൺസ് ഓഫ് മാലി അൽമേഡ എന്ന കൃതിക്കാണ് 2022 ഷെഹൻ കരുണ തിലകയ്ക്ക് ബുക്കർ പ്രൈസ് ലഭിക്കുന്നത്. എന്തിനാണ് ഈ ബുക്കർ പ്രൈസ് നൽകുന്നത്? ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതപ്പെടുന്ന നോവലുകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത്? ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതപ്പെടുന്ന നോവലുകൾക്ക് ലഭിക്കുന്നതാണ് ഏത്? ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത്. 2023 ബുക്കർ പ്രൈസ് ലഭിച്ചത് പോൾ ലിഞ്ചിനാണ്. അദ്ദേഹത്തിന്റെ പ്രൊഫറ്റ് സോങ് എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഈ പോൾ ലിഞ്ച് ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചാൽ അയർലൻഡ് സ്വദേശിയാണ്. അയർലൻഡ്. പോൾ ലിഞ്ച് അയർലൻഡ് സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ പ്രൊഫറ്റ് സോങ് എന്ന കൃതിക്കാണ് 2023 ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഇനി 2022 ബുക്കർ പ്രൈസ് ലഭിച്ചത് ഷെഹൻ കരുണ തിലക. ഷെഹൻ കരുണ തിലകയ്ക്കാണ്. ശ്രീലങ്ക സ്വദേശിയാണ് ആരെന്ന് പറയുന്നത്? ഷെഹൻ കരുണ തിലക. അദ്ദേഹത്തിന്റെ ദ 7 മൂൺസ് ഓഫ് മാലി അൽമേഡ എന്ന കൃതിക്കാണ് 2022 ബുക്കർ പ്രൈസ് ലഭിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതപ്പെടുന്ന നോവലുകൾക്കാണ് ബുക്കർ പ്രൈസ് നൽകുന്നത് എന്ന് പറഞ്ഞു. നൊബേൽ സമ്മാനം കഴിഞ്ഞാൽ, സാഹിത്യത്തിന് നൊബേൽ സമ്മാനം കഴിഞ്ഞാൽ ഏറ്റവും പരമോന്നതമായി നൽകപ്പെടുന്ന മറ്റൊരു അവാർഡാണ് ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 2023 22 ബുക്കർ പ്രൈസ് ജേതാവാണ് നോക്കിയത്. ഇനി ബുക്കർ പ്രൈസ് നേടിയ ഇന്ത്യക്കാർ ആരെന്നാണ് പറയുന്നത്? ബുക്കർ പ്രൈസ് നേടിയ ഇന്ത്യക്കാർ. അതിൽ ബുക്കർ പ്രൈസ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് അരുന്ധതി റോയ്. അരുന്ധതി റോയ് ബുക്കർ പ്രൈസ് നേടിയ ഇന്ത്യക്കാരാണ് പറയുന്നത്. ആദ്യം നേടിയത് അരുന്ധതി റോയ് ആണ്. 1997 അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം ലഭിക്കുന്നത്. 1997 അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം ലഭിക്കുന്നത്. ബുക്കർ സമ്മാനം ലഭിച്ച കൃതിയാണ് ദി ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്. ദി ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്. അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം ലഭിച്ച കൃതിയാണ് ദി ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന് പറയുന്നത്. കോട്ടയം മീനച്ചിലാറിന്റെ പശ്ചാത്തലമാക്കി എഴുതിയതാണ് ഇതെന്ന് പറയുന്നത്. കോട്ടയത്തെ മീനച്ചിലാറിന്റെ പശ്ചാത്തലമാക്കി എഴുതിയ കൃതിയാണ് ദി ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന് പറയുന്നത്. ഈ കൃതിയിലെ കഥാപാത്രങ്ങളാണ് റാഫേൽ, എസ്ത. ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് റാഫേൽ, എസ്ത. റാഫേൽ, എസ്ത.
അപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? ബുക്കർ പ്രൈസ് നേടിയ ഇന്ത്യക്കാരാണ് പറഞ്ഞത്. ആദ്യമായിട്ട് ലഭിച്ചത് 1997 അരുന്ധതി റോയ്ക്കാണ് ലഭിച്ചത്. അവരുടെ ദി ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന കൃതിക്കാണ് ബുക്കർ പ്രൈസ് ലഭിക്കുന്നത്. ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എഴുതിയിരിക്കുന്നത് മീനച്ചിലാറിന്റെ പശ്ചാത്തലത്തിലാണ്. കോട്ടയം ജില്ലയിലാണ് മീനച്ചിലാറ്. അതേപോലെ റാഫേൽ എസ്ത എന്നിവരാണ് ഈ കൃതിയിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് ലഭിച്ചത്, ബുക്കർ പ്രൈസ് നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരിയാണ് കിരൺ ദേശായി. കിരൺ ദേശായിക്ക് അവാർഡ് കിട്ടിയ വർഷം 2006 ബുക്കർ പ്രൈസ് ലഭിച്ച വർഷം 2006. അവാർഡ് ലഭിച്ച കൃതി എന്ന് പറയുന്നത് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്. ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന കൃതിക്ക് 2006 കിരൺ ദേശായിക്ക് ബുക്കർ പ്രൈസ് ലഭിക്കുന്നത്. ഇനി ബുക്കർ പ്രൈസ് ലഭിച്ച മൂന്നാമത്തെ ഇന്ത്യക്കാരനാണ് അരവിന്ദ് അഡിഗ. അരവിന്ദ് അഡിഗയ്ക്കാണ് മൂന്നാമതായിട്ട് ബുക്കർ പ്രൈസ് ലഭിക്കുന്നത് ഇന്ത്യയിൽ. വർഷം 2008. അരവിന്ദ് അഡിഗയ്ക്ക് ബുക്കർ പ്രൈസ് ലഭിച്ച കൃതിയാണ് ദ വൈറ്റ് ടൈഗർ. ഇപ്പം നമ്മൾ ബുക്കർ പ്രൈസ് നേടിയ ഇന്ത്യക്കാരാണ് പറയുന്നത്. ആദ്യം ലഭിച്ചത് അരുന്ധതി റോയ്. 1997 അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം ലഭിക്കുന്നത്. ബുക്കർ സമ്മാനം ലഭിച്ച കൃതിയാണ് ദി ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്. അടുത്ത് പറഞ്ഞത് കിരൺ ദേശായി. രണ്ടാമത് ലഭിച്ചത് കിരൺ ദേശായിക്കാണ്. 2006 കിരൺ ദേശായിക്ക് ബുക്കർ സമ്മാനം ലഭിക്കുന്നത്. കൃതി ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്. മൂന്നാമത് ലഭിക്കുന്ന ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് അരവിന്ദ് അഡിഗയാണ്. 2008 ബുക്കർ സമ്മാനം ലഭിക്കുന്നത്. ദ വൈറ്റ് ടൈഗർ ആണ് അരവിന്ദ് അഡിഗയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത കൃതി എന്ന് പറയുന്നത്. നമ്മുടെ ചോദ്യം 2023 ബുക്കർ സമ്മാനം ജേതാവ് ആരാണ്? ഉത്തരം പോൾ ലിഞ്ച് ആയിരുന്നു. പോൾ ലിഞ്ച് പ്രൊഫറ്റ് സോങ് എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചത്. പോൾ ലിഞ്ച് എന്ന് പറയുന്നത് അയർലൻഡ് സ്വദേശിയാണ്. 2022 ബുക്കർ സമ്മാനം ലഭിച്ചത് ഷെഹൻ കരുണ തിലകയ്ക്കാണ് 2022 ബുക്കർ സമ്മാനം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൃതിയാണ് ദ 7 മൂൺസ് ഓഫ് മാലി അൽമേഡ. ശ്രീലങ്കൻ സ്വദേശിയാണ് ആരെന്ന് പറയുന്നത് ഷെഹൻ കരുണ തിലക. അപ്പൊ നമ്മൾ ബുക്കർ സമ്മാനമാണ് പറഞ്ഞത്. ബുക്കർ സമ്മാനം മാത്രമല്ല, ഇതേപോലെയുള്ള മറ്റൊരു അവാർഡാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്. അടുത്ത് പറയുന്നത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ്. ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ നോവലുകൾക്കാണ് ബുക്കർ പ്രൈസ് നൽകുന്നത്. എന്നാൽ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നൽകുന്നത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത കൃതികൾക്കാണ്. ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്ന കൃതികൾക്ക് ലഭിക്കുന്ന അവാർഡാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്. 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ഗോർഗി ഗോസ്പോഡിനോവ്. 2023 ബുക്കർ പ്രൈസ് നേടിയത് ഗോർഗി ഗോസ്പോഡിനോവ് ആണ്. ഇദ്ദേഹം ബൾഗേറിയ സ്വദേശിയാണ്. ബൾഗേറിയ എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ കൺട്രിയാണെന്നറിയാം. ബൾഗേറിയയുടെ ക്യാപിറ്റലാണ് സോഫിയ. ആണ്. ഇപ്പൊ 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ഗോർഗി ഗോസ്പോഡിനോവ് ആണ്. അദ്ദേഹത്തിന് ലഭിച്ച കൃതിയാണ് ടൈം ഷെൽട്ടർ. എന്ന കൃതിക്കാണ് എന്ത് ലഭിക്കുന്നത്? ഗോർഗി ഗോസ്പോഡിനോവിന് 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്നത്. ടൈം ഷെൽട്ടർ നമ്മൾ പറഞ്ഞു, ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത കൃതികൾക്കാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ വിവർത്തനം ചെയ്ത ആളെ കൂടി നമ്മൾ പഠിക്കണം. ടൈം ഷെൽട്ടർ എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആഞ്ചല റോഡൽ ആണ്. ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? ആഞ്ചല റോഡൽ ആണ്. അപ്പോൾ 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് എന്ന് പറയുന്നത് ഗോർഗി ഗോസ്പോഡിനോവ് ആണ്. അദ്ദേഹം ബൾഗേറിയ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ ടൈം ഷെൽട്ടർ എന്ന പുസ്തകത്തിനാണ് എന്ത് കിട്ടുന്നത്? ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്നത്. ഈ ടൈം ഷെൽട്ടർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആഞ്ചല റോഡൽ ആണ്.
ഇനി 2022 ബുക്കർ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് ആരാണ്? 2022 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് എന്ന് പറയുന്നത് ആരാണ്? 2022 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവാണ് ഗീതാഞ്ജലി ശ്രീ. ഗീതാഞ്ജലി ശ്രീ ഇന്ത്യക്കാരിയാണ്. ഗീതാഞ്ജലി ശ്രീ എന്ന് പറയുന്നത് ഇന്ത്യ. 2022 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്നത് ഗീതാഞ്ജലി ശ്രീക്കാണ്. ഗീതാഞ്ജലി ശ്രീയുടെ രേത് സമാധി എന്ന് പറയുന്ന ഹിന്ദി നോവലിനാണ് ലഭിക്കുന്നത്. രേത് സമാധി അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു പേരാണ് രേത് സമാധി. ഇത് ഹിന്ദി വേർഷൻ്റെ പേരാണ്. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ പേര് ടോംബ് ഓഫ് സാൻഡ് എന്നാണ്. ടോംബ് ഓഫ് സാൻഡ്. ടോംബ് ഓഫ് സാൻഡ് എന്ന കൃതിക്കാണ് ഗീതാഞ്ജലി ശ്രീക്ക് 2022 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്നത്. ഈ ടോംബ് ഓഫ് സാൻഡ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ഡെയ്സി റോക്ക്വെൽ. ഡെയ്സി റോക്ക്വെൽ. ഡെയ്സി റോക്ക്വെൽ. അപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിനെ കുറിച്ചാണ് പറഞ്ഞത്. 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ഗോർഗി ഗോസ്പോഡിനോവിനാണ്. ബൾഗേറിയ സ്വദേശിയാണെന്ന് പറഞ്ഞു. ടൈം ഷെൽട്ടർ എന്ന കൃതിക്കാണ് ഇത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്നത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി ആഞ്ചല റോഡലാണെന്നും പറഞ്ഞു. 2022 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്നത് ഗീതാഞ്ജലി ശ്രീക്കാണ്. ഗീതാഞ്ജലി ശ്രീ ഇന്ത്യക്കാരിയാണെന്ന് പറഞ്ഞു. അവരുടെ രേത് സമാധി എന്ന് പറയുന്ന നോവലിനാണ് കിട്ടുന്നത്. അത് ഇംഗ്ലീഷിലേക്ക് ടോംബ് ഓഫ് സാൻഡ് എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ഡെയ്സി റോക്ക്വെൽ ആണ്. ഡെയ്സി റോക്ക്വെൽ. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, 2023 ബുക്കർ പ്രൈസ് ജേതാവ് ആര്? ഉത്തരം പോൾ ലിഞ്ച് ആണ്. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ചേരുംപടി ചേർക്കാനാണ് തന്നിരിക്കുന്നത്. എ കോളവും ബി കോളവും, അതായത് ഇപ്പോൾ നിലവിലെ പദവികളാണ് ചേരുംപടി ചേർക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഓരോ വ്യക്തികൾ വഹിക്കുന്ന പദവികളാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ കോളത്തിൽ വായിക്കാം. ഒന്നാമത്തേത് CBI ഡയറക്ടർ. CBI ഡയറക്ടർ. 2 കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ. 3 LIC ചെയർമാൻ. 4 അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ. അപ്പോൾ ഇത് അടുത്ത കോളത്തിൽ ഇവർ എന്താണ് മാറ്റി തന്നിരിക്കുകയാണ്. അതിൽ എ കോളത്തിൽ വരുന്നത് ആദ്യം വരുന്നത് സിദ്ധാർത്ഥ മൊഹന്തി, ബി AK മൊഹന്തി, സി പ്രവീൺ സൂദ്, ഡി PK ശ്രീവാസ്തവ. അപ്പോൾ ഇത് ചേരുംപടി ചേർക്കാനാണ്. നിലവിൽ ആരൊക്കെയാണ് ഈ പദവികളിൽ ഇരിക്കുന്നത് എന്നതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 2 കോളങ്ങളായിട്ടാണ് തന്നിരിക്കുന്നത്. CBI ഡയറക്ടർ, കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ, LIC ചെയർമാൻ, അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ. സിദ്ധാർത്ഥ മൊഹന്തി, AK മൊഹന്തി, പ്രവീൺ സൂദ്, PK ശ്രീവാസ്തവ എന്നിങ്ങനെ 2 കോളങ്ങളായിട്ട് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് മാച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. ഒന്നാമത്തേത് CBI ഡയറക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. CBI ഡയറക്ടർ. നിലവിലെ CBI ഡയറക്ടറാണ് പ്രവീൺ സൂദ്. നിലവിലെ CBI ഡയറക്ടർ പ്രവീൺ സൂദ്. അപ്പോൾ 1 C എന്ന് വരും. CBI ഡയറക്ടർ, നിലവിലെ CBI ഡയറക്ടർ പ്രവീൺ സൂദാണ്. നമുക്കറിയാം CBI നിലവിൽ വന്നത് 1963 1963 CBI നിലവിൽ വരുന്നത്. ഇനി രണ്ടാമത് തന്നിരിക്കുന്നത് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ. നിലവിലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ്? ഉത്തരം വരുന്നത് D ആണ്. PK ശ്രീവാസ്തവ. പ്രവീൺ കുമാർ ശ്രീവാസ്തവ. അപ്പൊ 2D എന്ന് വരും. 2D. നിലവിലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആണ് PK ശ്രീവാസ്തവ. മുഴുവൻ പേര് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. അപ്പൊ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ വന്നത് 1964 കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ വരുന്നത് 1964 നിലവിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് PK ശ്രീവാസ്തവയാണ്. പ്രവീൺ കുമാർ ശ്രീവാസ്തവ. അടുത്തതായിട്ട് തന്നിരിക്കുന്നത് LIC ചെയർമാൻ ആണ്. നിലവിലെ LIC ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ സിദ്ധാർത്ഥ മൊഹന്തിയാണ്. നിലവിലെ LIC ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തി. അപ്പം 3A എന്ന് വരും. 3A. നിലവിൽ LICയുടെ ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തിയാണ്. LIC നാഷണലൈസ് ചെയ്യുന്നത് 1956 LIC നാഷണലൈസ് ചെയ്യുന്നത് 1956 LICയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈ ആണ്. നിലവിൽ LICയുടെ ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തിയാണ്. അടുത്ത് അവസാനമായിട്ട് പറഞ്ഞത് അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? AK മൊഹന്തി, അജിത് കുമാർ മൊഹന്തി. അപ്പോൾ 4B എന്ന് വരും. ഇങ്ങനെയാണ് ചേരുംപടി ചേർക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത്. ഒന്നുകൂടി പറയാം. CBI ഡയറക്ടർ എന്ന് പറയുന്നത് പ്രവീൺ സൂദാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ എന്ന് പറയുന്നത് PK ശ്രീവാസ്തവ അല്ലെങ്കിൽ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. നിലവിൽ LICയുടെ ചെയർമാൻ എന്ന് പറയുന്നത് സിദ്ധാർത്ഥ മൊഹന്തി.
അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് AK മൊഹന്തി ആണ്, അജിത് കുമാർ മൊഹന്തി. അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വരുന്നത് 1948 അതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഹോമി ജെ ഭാഭയാണ്. ഹോമി ജെ ഭാഭ. അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. ഓരോ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ രണ്ടാമത്തെ ചോദ്യമായിട്ട് പറഞ്ഞത്. അപ്പം 1-2 പദവികളുടെ നമുക്കൊന്ന് ഓർമ്മിച്ച് നോക്കാം. നിലവിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആണ് R വെങ്കിട്ടരമണി. നിലവിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് R വെങ്കിട്ടരമണിയാണ്. R വെങ്കിട്ടരമണി. എന്നാൽ നിലവിൽ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ്? നിലവിൽ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് രാജീവ് ഗൗബ. നിലവിൽ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബയാണ്. രാജീവ് ഗൗബ. അടുത്തതായിട്ട് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാനാണ് അരുൺ കുമാർ മിശ്ര. അരുൺ കുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അരുൺ കുമാർ മിശ്രയാണ്. എന്നാൽ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ദേശീയ വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയ. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാനാണ് ഹീരാലാൽ സമരിയ. എന്നാൽ എന്താണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, നിലവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. രാജീവ് കുമാർ 25ാമത്തെ വ്യക്തിയാണ് രാജീവ് കുമാർ. ഇനി നബാർഡിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? നബാർഡിന്റെ നിലവിലെ ചെയർമാനാണ് KV ഷാജി. KV ഷാജി. KV ഷാജിയാണ് നബാർഡിന്റെ നിലവിലെ ചെയർമാൻ. RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ നമുക്കറിയാം ശക്തികാന്ത ദാസ് ആണ്. 25ാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. RBIയുടെ നിലവിലെ ചെയർമാനാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി പറയാം. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ, നിലവിലെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് R വെങ്കിട്ടരമണിയാണ്. എന്നാൽ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് ആരാണ്? K ഗോപാലകൃഷ്ണ കുറുപ്പാണ്. അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണ കുറുപ്പാണ്. ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് രാജീവ് ഗൗബ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അരുൺകുമാർ മിശ്ര. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഹീരാലാൽ സമരിയ. അടുത്ത് പറഞ്ഞത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ അല്ലെങ്കിൽ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് രാജീവ് കുമാർ ആണ്. അതേപോലെ നബാർഡിന്റെ അധ്യക്ഷൻ ചെയർമാൻ എന്ന് പറയുന്നത് KV ഷാജിയാണ്. RBIയുടെ നിലവിലെ ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത ദാസ് ആണ്. അടുത്ത നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. മൂന്നാമത്തെ ചോദ്യം 2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന 53ാമത് ചലച്ചിത്ര പുരസ്കാരമാണ് 2023ലേത്. 53ാമത് ചലച്ചിത്ര പുരസ്കാരമാണ് 2023ലേത്. രണ്ടാമത്തെ പ്രസ്താവന മികച്ച ചലച്ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നൻപകൽ നേരത്ത് മയക്കം ആണ്. മികച്ച ചലച്ചിത്രം നൻപകൽ നേരത്ത് മയക്കം. മൂന്നാമത്തെ പ്രസ്താവന മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിൻസി അലോഷ്യസ്. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിൻസി അലോഷ്യസ്. നാലാമത്തെ പ്രസ്താവന ട്രാൻസ്ജെൻഡർ പ്രത്യേക പുരസ്കാരം ലഭിച്ചത് നേഖ എസ്. ട്രാൻസ്ജെൻഡർ പ്രത്യേക വിഭാഗം പുരസ്കാരം ലഭിച്ചത് നേഖ എസ്. അഞ്ചാമത്തേത് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലിജോ ജോസ് പെല്ലിശ്ശേരി. മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. 5 പ്രസ്താവനകളാണ് പറഞ്ഞത്. ഈ 5 പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് തെറ്റ് എന്നതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. പ്രസ്താവനകൾ ഒന്നുകൂടി വായിക്കാം. ഒന്നാമത്തെ പ്രസ്താവന 53ാമത് ചലച്ചിത്ര പുരസ്കാരമാണ് 2023ലേത്. രണ്ടാമത്തെ പ്രസ്താവന മികച്ച ചലച്ചിത്രം നൻപകൽ നേരത്ത് മയക്കം. മൂന്നാമത്തെ പ്രസ്താവന മികച്ച നടി വിൻസി അലോഷ്യസ്. നാലാമത്തെ പ്രസ്താവന ട്രാൻസ്ജെൻഡർ പ്രത്യേക വിഭാഗ പുരസ്കാരം നേഖ എസ്. അഞ്ചാമത്തെ പ്രസ്താവന മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് തെറ്റ് എന്നതാണ് ചോദ്യം. ഉത്തരം നോക്കാം. ഇതിൽ തെറ്റായ പ്രസ്താവനകൾ 4ഉം 5ഉമാണ്. 4ഉം 5ഉം പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്.
അതായത് ട്രാൻസ്ജെൻഡർ പ്രത്യേക വിഭാഗ പുരസ്കാരം നേഘ എസ് എന്നാണ് തന്നിരിക്കുന്നത്. ശരിയായ ഉത്തരം ട്രാൻസ്ജെൻഡർ പ്രത്യേക വിഭാഗം പുരസ്കാരം ലഭിച്ചത് ശ്രുതി ശരണ്യത്തിനാണ്. ശ്രുതി ശരണ്യം. 2023 ചലച്ചിത്ര പുരസ്കാരം, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് പറയുന്നത്. അതിൽ ട്രാൻസ്ജെൻഡർ പ്രത്യേക വിഭാഗ പുരസ്കാരം നേടിയത് ശ്രുതി ശരണ്യം. ശ്രുതി ശരണ്യമാണ്. ഇനി നമ്മൾ അഞ്ചാമത്തെ പ്രസ്താവനയിൽ തെറ്റാണെന്നാണ് പറഞ്ഞത്. മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മഹേഷ് നാരായണനാണ്. മഹേഷ് നാരായണൻ. അറിയിപ്പ് എന്ന സിനിമയ്ക്കാണ് മഹേഷ് നാരായണന് മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിക്കൊടുത്തത്. അറിയിപ്പ് എന്ന സിനിമ. ബാക്കി ഉള്ള പ്രസ്താവനകളെല്ലാം ശരിയായിരുന്നു. ഒന്നുകൂടി നോക്കാം. 2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് ഇത്. 53ാമത് ചലച്ചിത്ര പുരസ്കാരമാണ്. ശരിയാണ്. 2023 53ാമത് ചലച്ചിത്ര പുരസ്കാരമാണ്. ഇനി മികച്ച ചലച്ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നൻപകൽ നേരത്ത് മയക്കമാണ്. അത് ശരിയാണ്. നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ് മികച്ച ചലച്ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. ഇനി മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വിൻസി അലോഷ്യസ് ആണെന്ന് പറഞ്ഞു. അതും ശരിയാണ്. മികച്ച നടി വിൻസി അലോഷ്യസ്. വിൻസി അലോഷ്യസിന് മികച്ച നടിയായിട്ട് ഉള്ള അവാർഡ് നേടിക്കൊടുത്ത സിനിമയാണ് രേഖ. അപ്പൊ മികച്ച നടി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വിൻസി അലോഷ്യസ് ആണ് മികച്ച നടി. സിനിമ രേഖ എന്ന സിനിമയ്ക്കാണ് വിൻസി അലോഷ്യസിന് മികച്ച നടിയായിട്ട് അവാർഡ് കിട്ടിയത്. ഇനി മികച്ച നടൻ ആരെന്ന് ചോദിച്ചാൽ മമ്മൂട്ടിയാണ്. മികച്ച നടൻ മമ്മൂട്ടിയെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ തന്നെയാണ്. നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. നമ്മൾ പറഞ്ഞു നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ട്രാൻസ്ജെൻഡർ പ്രത്യേക വിഭാഗ പുരസ്കാരം ലഭിച്ചത് ശ്രുതി ശരണ്യത്തിനാണ്. അത് കഴിഞ്ഞ് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് മഹേഷ് നാരായണനാണ്. അറിയിപ്പ് എന്ന സിനിമയ്ക്കാണ് ലഭിച്ചത്. 2023 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തില് പ്രത്യേക ജൂറി പുരസ്കാരം നേടിയതാരാണ്? കുഞ്ചാക്കോ ബോബനാണ്. പ്രത്യേക ജൂറി പുരസ്കാരം നേടിയത് കുഞ്ചാക്കോ ബോബൻ. ഇന്നാ താൻ കേസ് കൊടു എന്ന സിനിമയിലെ അഭിനയത്തിനാണ് കുഞ്ചാക്കോ ബോബന് പ്രത്യേക ജൂറി പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം 2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ടായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം. ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ് നാലാമത്തെ ചോദ്യം. മന്ത്രിമാരും വകുപ്പുകളും മണ്ഡലവുമാണ് ഈ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നതാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന, ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച VN വാസവനാണ് നിലവിലെ തുറമുഖ വകുപ്പ് മന്ത്രി. ഒന്നുകൂടി പറയാം. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച VN വാസവനാണ് നിലവിലെ തുറമുഖ വകുപ്പ് മന്ത്രി. രണ്ടാമത്തെ പ്രസ്താവന, SC/ST ദേവസ്വം ബോർഡ് മന്ത്രിയായ കെ രാധാകൃഷ്ണന്റെ മണ്ഡലം ഒല്ലൂറാണ്. SC/ST ദേവസ്വം ബോർഡ് മന്ത്രിയായ കെ രാധാകൃഷ്ണന്റെ മണ്ഡലം ഒല്ലൂറാണ്. ശരിയായ പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത്. രണ്ടാമത്തെ പ്രസ്താവന പറഞ്ഞു SC/ST ദേവസ്വം ബോർഡ് മന്ത്രിയായ കെ രാധാകൃഷ്ണന്റെ മണ്ഡലം ഒല്ലൂറാണ്. അടുത്ത മൂന്നാമത്തെ പ്രസ്താവന, താനൂരിൽ നിന്നും വിജയിച്ച V അബ്ദുറഹ്മാൻ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ് ന്യൂനപക്ഷം. താനൂരിൽ നിന്നും വിജയിച്ച V അബ്ദുറഹ്മാൻ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ് ന്യൂനപക്ഷം. നാലാമത്തെ പ്രസ്താവന, കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കടന്നപ്പള്ളി രാമചന്ദ്രന്റെ വകുപ്പുകളാണ് രജിസ്ട്രേഷൻ, പുരാവസ്തു, മ്യൂസിയം. കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കടന്നപ്പള്ളി രാമചന്ദ്രന്റെ വകുപ്പുകളാണ് രജിസ്ട്രേഷൻ, പുരാവസ്തു, മ്യൂസിയം. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നതാണ് ചോദ്യം. ഒന്നുകൂടി പ്രസ്താവനകൾ വായിക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച VN വാസവനാണ് നിലവിലെ തുറമുഖ വകുപ്പ് മന്ത്രി. രണ്ടാമത്തെ പ്രസ്താവന, SC/ST ദേവസ്വം ബോർഡ് മന്ത്രിയായ കെ രാധാകൃഷ്ണന്റെ മണ്ഡലം ഒല്ലൂറാണ്. മൂന്നാമത്തെ പ്രസ്താവന, താനൂരിൽ നിന്നും വിജയിച്ച V അബ്ദുറഹ്മാൻ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ് ന്യൂനപക്ഷം.
നാലാമത്തെ പ്രസ്താവന കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കടന്നപ്പള്ളി രാമചന്ദ്രന്റെ വകുപ്പുകളാണ് രജിസ്ട്രേഷൻ, പുരാവസ്തു, മ്യൂസിയം. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നതാണ് ചോദ്യം. ശരിയായ പ്രസ്താവനകൾ 1, 3, 4 എന്നിവയാണ്. 1, 3, 4. അതായത് ഒന്നാമത്തെ പ്രസ്താവന ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച BN വാസവനാണ് നിലവിലെ തുറമുഖ വകുപ്പ് മന്ത്രി. ശരിയാണ്. നിലവിലെ തുറമുഖ വകുപ്പ് മന്ത്രി, കേരളത്തിലെ നിലവിലെ തുറമുഖ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് BN വാസവനാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം ഏറ്റുമാനൂറാണ്, അതും ശരിയാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു വകുപ്പാണ് ഏത്? സഹകരണം. അപ്പൊ നിലവിൽ തുറമുഖം സഹകരണ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് BN വാസവനാണ്. അദ്ദേഹം വിജയിച്ച മണ്ഡലം ഏറ്റുമാനൂരാണ്, അതും ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന SC/ST ദേവസ്വം ബോർഡ് മന്ത്രിയായ K രാധാകൃഷ്ണന്റെ മണ്ഡലം ഒല്ലൂറാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. ഇതിൽ നമ്മൾ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. 1, 3, 4 എന്നിവയാണ് ശരിയായ പ്രസ്താവനകൾ. ഇപ്പോൾ ഞാൻ വായിച്ചത് രണ്ടാമത്തെ പ്രസ്താവനയാണ്. SC/ST ദേവസ്വം ബോർഡ് മന്ത്രിയായ K രാധാകൃഷ്ണന്റെ മണ്ഡലം ഒല്ലൂർ എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റായ പ്രസ്താവനയാണ്. K രാധാകൃഷ്ണന്റെ മണ്ഡലം എന്ന് പറയുന്നത് ചേലക്കരയാണ്. തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയാണ് ആരുടെ മണ്ഡലം എന്ന് പറയുന്നത്? K രാധാകൃഷ്ണന്റെ മണ്ഡലം. K രാധാകൃഷ്ണൻ വഹിക്കുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് SC/ST ദേവസ്വം ബോർഡ് ഒക്കെയാണ്. അടുത്ത മൂന്നാമത്തെ പ്രസ്താവന താനൂരിൽ നിന്നും വിജയിച്ച B അബ്ദുറഹ്മാൻ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ് ന്യൂനപക്ഷം. അത് ശരിയാണ്. നിലവിലെ ന്യൂനപക്ഷം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് V അബ്ദുറഹ്മാനാണ്. നിലവിൽ ന്യൂനപക്ഷം കൈകാര്യം ചെയ്യുന്ന മന്ത്രി V അബ്ദുറഹ്മാനാണ്. അദ്ദേഹം വിജയിച്ച മണ്ഡലം താനൂരാണ്, അതും ശരിയാണ്. V അബ്ദുറഹ്മാന്റെ മറ്റു വകുപ്പുകളാണ് കായികം, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, ന്യൂനപക്ഷം, ഇതൊക്കെ. അപ്പൊ നിലവിൽ ന്യൂനപക്ഷ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ V അബ്ദുറഹ്മാൻ. അദ്ദേഹം വിജയിച്ചത് മലപ്പുറം ജില്ലയിലെ താനൂരിൽ നിന്നുമാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. ഇനി നാലാമത്തെ പ്രസ്താവന കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കടന്നപ്പള്ളി രാമചന്ദ്രന്റെ വകുപ്പുകളാണ് രജിസ്ട്രേഷൻ, പുരാവസ്തു, മ്യൂസിയം. അതും ശരിയാണ്. കടന്നപ്പള്ളി രാമചന്ദ്രന്റെ വകുപ്പുകളാണ് രജിസ്ട്രേഷൻ, പുരാവസ്തു, മ്യൂസിയം. അദ്ദേഹം വിജയിച്ചത് കണ്ണൂർ മണ്ഡലത്തിൽ നിന്നുമാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 3 എണ്ണം ശരിയായിരുന്നു, 1 എണ്ണം തെറ്റായിരുന്നു. അഞ്ചാമത്തെ ചോദ്യം തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ്. ആഗോള സൂചികകളാണ് തന്നിരിക്കുന്നത്. ആഗോള സൂചികകളിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതാണ് തെറ്റായത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തേത് 2023 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 132. 2023 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 132. രണ്ടാമത്തേത് 2023 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. 2023 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. മൂന്നാമത്തേത് 2023 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. 2023 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. നാലാമത്തേത് 2022 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 40. ഈ തന്നിരിക്കുന്ന 4 സൂചികകളിൽ ഏതാണ് തെറ്റായ പ്രസ്താവന? തെറ്റായിട്ട് വരുന്നത് ഏതെന്നതാണ് ചോദ്യം. ഉത്തരം ഒന്നാമത്തേതാണ്. 2023 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 132 അല്ല 161 ആണ്. 161. അപ്പോൾ 2023 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 161 ആണ്. അതായിരുന്നു ഇതിൽ തെറ്റായ പ്രസ്താവന. അപ്പോൾ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 161 എന്ന് പറഞ്ഞു. ഈ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ആകെ രാജ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 180 ആണ്. ആകെ രാജ്യങ്ങളുടെ എണ്ണം 180. അതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 161 ആണ്. ആകെ രാജ്യങ്ങളുടെ എണ്ണം 180, അതിൽ ഇന്ത്യയുടെ സ്ഥാനം 161 ആണ്. ഒന്നാമതെത്തിയ രാജ്യം എന്ന് പറയുന്നത് നോർവേ ആണ്. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം നോർവേ. അടുത്ത രണ്ടാമത്തേത് 2023 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 എന്നാണ് തന്നിരിക്കുന്നത്. അത് ശരിയായ പ്രസ്താവനയാണ്. 2023 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ആണെന്ന് പറഞ്ഞു. അത് ശരിയായ പ്രസ്താവനയാണ്. ആകെ രാജ്യങ്ങളുടെ എണ്ണം 163 ആണ്. സമാധാന സൂചികയിൽ ആകെ രാജ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 163 ആണ്. അതിൽ ആദ്യം ലഭിച്ച 1ാം സ്ഥാനം ലഭിച്ച രാജ്യമാണ് ഐസ്ലാൻഡ്.
2023 ആഗോള സമാധാന സൂചികയിൽ 1ാം സ്ഥാനം ലഭിച്ച രാജ്യം ഐസ്ലൻഡ് ആണ്. ആകെ രാജ്യങ്ങളുടെ എണ്ണം 163 ആണ്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 126 ആണ്. അടുത്ത മൂന്നാമത്തേത് 2023 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ശരിയാണ്. 2023 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. 1ാം സ്ഥാനം ലഭിച്ചത് ഫിൻലൻഡിനാണ്. 1ാം സ്ഥാനം ലഭിച്ചത് ഫിൻലൻഡ്. 1ാം സ്ഥാനം ഫിൻലൻഡ്. ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126, 1ാം സ്ഥാനം ലഭിച്ചത് ഫിൻലൻഡിനാണ്. നമുക്കറിയാം ഫിൻലൻഡ് എന്ന് പറയുന്നത് ഒരു സ്കാൻഡിനേവിയൻ രാജ്യമാണ്. അടുത്തത് 2022 ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 40 ആണ്. അത് ശരിയാണ്. 2022 ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 40 ആണ്. ആകെ രാജ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 132. ആകെ രാജ്യങ്ങളുടെ എണ്ണം 132 ആണ്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 40 ആണ്. ഇനി 1ാം സ്ഥാനം നേടിയ രാജ്യം എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ് ആണ്. ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം സ്വിറ്റ്സർലൻഡ്. ഇതായിരുന്നു 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്താനായിരുന്നു 5ാമത്തെ ചോദ്യം. ആഗോള സൂചികകളിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് തന്നിരുന്നത്. അതിൽ 1ാമത്തേതായിരുന്നു തെറ്റായി തന്നിരുന്നത്. 2023 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 161 ആണ്. ആകെ രാജ്യങ്ങളുടെ എണ്ണം 180 ആണ്. 1ാം സ്ഥാനം ലഭിച്ചത് നോർവേക്കാണ്. അടുത്ത രണ്ടാമത്തേത് 2023 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. ആകെ രാജ്യങ്ങളുടെ എണ്ണം 163. 1ാം സ്ഥാനം ലഭിച്ച രാജ്യം ഐസ്ലൻഡ്. ഇനി മൂന്നാമത്തേത് 2023 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126, 1ാം സ്ഥാനം ലഭിച്ചത് ഫിൻലൻഡിനാണ്. നാലാമത് പറഞ്ഞത് 2022 ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 40 ആണ്. ആകെ രാജ്യങ്ങളുടെ എണ്ണം 132. 1ാം സ്ഥാനം ലഭിച്ചത് സ്വിറ്റ്സർലൻഡിനാണ്. ഇതായിരുന്നു 5ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത നമുക്ക് 6ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. 6ാമത്തെ ചോദ്യം 2022 ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ചോദ്യം ഇതാണ്: 2022 ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. 2022 ഏഷ്യൻ ഗെയിംസ് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ഏഷ്യൻ ഗെയിംസ് നടന്നത് 2023. അടുത്ത പ്രസ്താവനകളാണ് പറയുന്നത്. തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. 1ാമത്തെ പ്രസ്താവന: സമാപന ചടങ്ങിൽ പതാക വഹിച്ചത് ഹർമൻപ്രീത് സിംഗ് ആണ്. സമാപന ചടങ്ങിൽ പതാക വഹിച്ചത് ഹർമൻപ്രീത് സിംഗ് ആണ്. 2ാമത്തെ പ്രസ്താവന: 1ാം സ്ഥാനം ലഭിച്ച രാജ്യം ചൈനയാണ്. 1ാം സ്ഥാനം ലഭിച്ച രാജ്യം ചൈനയാണ്. 3ാമത്തെ പ്രസ്താവന: ഇന്ത്യയുടെ സ്ഥാനം 4 ആണ്. ഇന്ത്യയുടെ സ്ഥാനം 4 ആണ്. 4ാമത്തെ പ്രസ്താവന: ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയത് HS പ്രണോയി ആണ്. ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയത് HS പ്രണോയി ആണ്. ഈ 4 പ്രസ്താവനകളിൽ ഏത് പ്രസ്താവനയാണ് തെറ്റ് എന്നതാണ് കണ്ടെത്തേണ്ടത്. പ്രസ്താവനകൾ ഒന്നുകൂടി വായിക്കാം. 1ാമത്തെ പ്രസ്താവന: സമാപന ചടങ്ങിൽ പതാക വഹിച്ചത് ഹർമൻപ്രീത് സിംഗ് ആണ്. 2ാമത്തെ പ്രസ്താവന: 1ാം സ്ഥാനം ലഭിച്ച രാജ്യം ചൈനയാണ്. 3ാമത്തെ പ്രസ്താവന: ഇന്ത്യയുടെ സ്ഥാനം 4 ആണ്. 4ാമത്തെ പ്രസ്താവന: ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയത് HS പ്രണോയി ആണ്. ഇതിലേത് പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്? ഉത്തരം നോക്കാം. ഉത്തരം 1ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. അതായത് സമാപന ചടങ്ങിൽ പതാക വഹിച്ചത് ഹർമൻപ്രീത് സിംഗ് എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. സമാപന ചടങ്ങിൽ പതാക വഹിച്ചത് PR ശ്രീജേഷ് ആണ്. 2022 ഹാങ്ഷുവിൽ, ചൈനയിലെ ഹാങ്ഷുവിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ സമാപന ചടങ്ങിൽ പതാക വഹിച്ചത് PR ശ്രീജേഷ് ആണ്. മലയാളിയാണ്, ഹോക്കി താരമാണ്. PR ശ്രീജേഷ് ആണ് സമാപന ചടങ്ങിൽ പതാക വഹിച്ചത്. ഇനി ഉദ്ഘാടന ചടങ്ങിൽ പതാക വഹിച്ച വ്യക്തിയാണ് ഹർമൻപ്രീത് സിംഗ്. ഉദ്ഘാടന ചടങ്ങിൽ പതാക വഹിച്ച വ്യക്തിയാണ് ഹർമൻപ്രീത് സിംഗ്. മറ്റൊരു ഉദ്ഘാടന ചടങ്ങിൽ 2 പേരാണ് പതാക വഹിച്ചത്. ഒന്ന് ഹർമൻപ്രീത് സിംഗ്, 2 ലവ്ലീന ബോർഗോഹെയ്ൻ. ബോക്സിംഗ് താരമാണ് ലവ്ലീന ബോർഗോഹെയ്ൻ. ഈ ലവ്ലീന ബോർഗോഹെയ്നും പിന്നെ ഹർമൻപ്രീത് സിംഗുമാണ് ഉദ്ഘാടന ചടങ്ങിൽ പതാക വഹിക്കുന്നത്. അപ്പോൾ അതായിരുന്നു അതിൽ തെറ്റിച്ച് തന്ന പ്രസ്താവന. 2ാമത്തെ പ്രസ്താവന: 1ാം സ്ഥാനം ലഭിച്ച രാജ്യം ചൈന എന്നാണ്. അത് ശരിയാണ്. 2022 ഏഷ്യൻ ഗെയിംസിൽ 1ാം സ്ഥാനം ലഭിച്ചത് ചൈനയ്ക്കാണ്.
രണ്ടാം സ്ഥാനം ലഭിച്ച രാജ്യം ജപ്പാനാണ്. രണ്ടാം സ്ഥാനം ജപ്പാൻ, മൂന്നാം സ്ഥാനം സൗത്ത് കൊറിയ, നാലാം സ്ഥാനം ഇന്ത്യ. അപ്പോൾ 2022 ഏഷ്യൻ ഗെയിംസിൽ സ്ഥാനങ്ങളാണ് പറഞ്ഞത്. ഒന്നാം സ്ഥാനം ലഭിച്ചത് ചൈന, രണ്ടാം സ്ഥാനം ലഭിച്ചത് ജപ്പാൻ, മൂന്നാം സ്ഥാനം ലഭിച്ചത് ദക്ഷിണ കൊറിയ, നാലാം സ്ഥാനം ലഭിച്ചത് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 4ആണ്. ഇന്ത്യക്ക് ആകെ 107 മെഡലുകളാണ് 2022 ഏഷ്യൻ ഗെയിംസിൽ കിട്ടിയത്. ഇന്ത്യക്ക് ആകെ 107 മെഡലുകളാണ് ലഭിച്ചത്. ഈ 107 മെഡലുകളിൽ 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ഇങ്ങനെയാണ് മെഡൽ നില എന്ന് പറയുന്നത് ഇന്ത്യയുടെ. അപ്പോൾ 2022 ഏഷ്യൻ ഗെയിംസ് ചൈനയിലെ ഹാങ്ഷുവിലാണ് നടന്നത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 4ആണ്. ഇന്ത്യയുടെ സ്ഥാനം 4ആണെന്ന് പറഞ്ഞു. ഇന്ത്യക്ക് ലഭിച്ച മെഡൽ എന്ന് പറയുന്നത് 107 ആണ്. 107. ഈ 107 മെഡലുകളിൽ 28 സ്വർണം, 28 ഗോൾഡ്, 38 വെള്ളി, 41 വെങ്കലം. ആകെ 107 മെഡലുകളിൽ 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ഇങ്ങനെയാണ് ഇന്ത്യയുടെ മെഡൽ നില എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയത് HS പ്രണോയിയാണ്. അത് ശരിയാണ്. ഇനി ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ മറ്റൊരു മലയാളി താരമാണ് M ശ്രീശങ്കർ. ലോങ് ജമ്പിൽ വെള്ളി നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് M ശ്രീശങ്കർ. 2022 ഏഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി നേടിയ താരമാണ് M ശ്രീശങ്കർ. അതേപോലെ തന്നെ ലോങ് ജമ്പിൽ ആൻസി സോജനും വെള്ളി മെഡൽ ലഭിക്കുകയുണ്ടായി. ആൻസി സോജനും ലോങ് ജമ്പിൽ വെള്ളി മെഡൽ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു സമാപന ചടങ്ങിൽ പതാക വഹിച്ചത് ആരാണെന്ന് പറഞ്ഞു? PR ശ്രീജേഷ് ആണെന്ന് പറഞ്ഞു. ഹോക്കി താരമാണെന്ന് പറഞ്ഞു. PR ശ്രീജേഷിനും ഹോക്കിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വെങ്കല മെഡൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2022 ഏഷ്യൻ ഗെയിംസിനെ സംബന്ധിച്ച ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. സമാപന ചടങ്ങിൽ പതാക വഹിച്ചത് PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷിന് ഹോക്കിയിൽ വെങ്കല മെഡൽ ലഭിക്കുകയുണ്ടായി ഏഷ്യൻ ഗെയിംസിൽ. പിന്നെ പറഞ്ഞത് ഒന്നാം സ്ഥാനം ലഭിച്ച രാജ്യം ചൈന, രണ്ടാം സ്ഥാനം ലഭിച്ച രാജ്യം ജപ്പാൻ, മൂന്നാം സ്ഥാനം സൗത്ത് കൊറിയ, നാലാം സ്ഥാനം ഇന്ത്യ. ഇന്ത്യക്ക് ലഭിച്ച ആകെ 107 മെഡലുകളാണ്. 107 മെഡലുകളിൽ 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലമാണ് ലഭിച്ചത്. പിന്നെ പറഞ്ഞത് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയത് HS പ്രണോയി ആണെന്ന് പറഞ്ഞു. അതോടൊപ്പം ലോങ് ജമ്പിൽ വെള്ളി നേടിയ മലയാളി താരമാണ് M ശ്രീശങ്കർ. അതേപോലെ ലോങ് ജമ്പിൽ വെള്ളി നേടിയ മറ്റൊരു മലയാളി താരമാണ് ആൻസി സോജൻ എന്നും പറഞ്ഞു. PR ശ്രീജേഷിന് ഹോക്കിയിൽ വെങ്കല മെഡൽ കിട്ടുകയുണ്ടായി. അതുപോലെ ക്രിക്കറ്റിൽ മിന്നുമണിക്ക് സ്വർണവും ലഭിച്ചു. ഏഷ്യൻ ഗെയിംസിൽ ക്രിക്കറ്റിൽ മിന്നുമണിക്ക് സ്വർണവും ലഭിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ഏഴാമത്തെ ചോദ്യം നോക്കാം. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന: ഇസ്രയേലിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ അജയ്. ഇസ്രയേലിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ അജയ്. രണ്ടാമത്തെ പ്രസ്താവന: ഭൂകമ്പ ബാധിത പ്രദേശമായ തുർക്കിയിലും സിറിയയിലും ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത്. ഭൂകമ്പ ബാധിത പ്രദേശമായ തുർക്കിയിലും സിറിയയിലും ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത്. മൂന്നാമത്തെ പ്രസ്താവന: സുഡാനിലെ ആഭ്യന്തര കലാപത്തിൽ നിന്ന് ഇന്ത്യക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. സുഡാനിലെ ആഭ്യന്തര കലാപത്തിൽ നിന്ന് ഇന്ത്യക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. നാലാമത്തെ പ്രസ്താവന: റഷ്യ ഉക്രൈൻ യുദ്ധ സമയത്ത് ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. റഷ്യ ഉക്രൈൻ യുദ്ധ സമയത്ത് ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. അഞ്ചാമത്തെ പ്രസ്താവന: അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര ദൗത്യമാണ് ഓപ്പറേഷൻ ദേവി ശക്തി. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര ദൗത്യമാണ് ഓപ്പറേഷൻ ദേവി ശക്തി. അപ്പൊ 5 സ്റ്റേറ്റ്മെന്റുകളാണ് പറഞ്ഞത്. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ ഏതെന്നാണ് ചോദ്യം. ഒന്നുകൂടി വായിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: ഇസ്രയേലിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ അജയ്.
രണ്ടാമത്തേത് ഭൂകമ്പ ബാധിത പ്രദേശമായ തുർക്കിയിലും സിറിയയിലും ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത്. മൂന്നാമത്തേത് സുഡാനിലെ ആഭ്യന്തര കലാപത്തിൽ നിന്ന് ഇന്ത്യക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. നാലാമത്തേത് റഷ്യ ഉക്രൈൻ യുദ്ധസമയത്ത് ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. അഞ്ചാമത്തേത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര ദൗത്യമാണ് ഓപ്പറേഷൻ ദേവി ശക്തി. ഈ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 5 പ്രസ്താവനകളിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? ഉത്തരം വരുന്നത് 1, 2, 5 എന്നീ പ്രസ്താവനകളാണ് ശരി. 1, 2, 5 എന്നീ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അതായത് ആദ്യം പറഞ്ഞ ഒന്നാമത്തെ പ്രസ്താവന, ഇസ്രായേലിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ അജയ്, ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഭൂകമ്പ ബാധിത പ്രദേശമായ തുർക്കിയിലും സിറിയയിലും ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത്, ശരിയാണ്. അടുത്ത് പറഞ്ഞ അഞ്ചാമത്തെ പ്രസ്താവന, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര ദൗത്യമാണ് ഓപ്പറേഷൻ ദേവി ശക്തി, ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ട് തന്നിരുന്നത് 3ഉം 4ഉം പ്രസ്താവനകളായിരുന്നു. അതെന്താണെന്ന് നോക്കാം. സുഡാനിലെ ആഭ്യന്തര കലാപത്തിൽ നിന്ന് ഇന്ത്യക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്, ഓപ്പറേഷൻ കാവേരിയാണ്. സുഡാനിലെ ആഭ്യന്തര കലാപത്തിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനുള്ള ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ പദ്ധതിയാണ് ഓപ്പറേഷൻ കാവേരി. അടുത്ത നാലാമത്തെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു, റഷ്യൻ ഉക്രൈൻ യുദ്ധസമയത്ത് ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി എന്ന് തന്നിരുന്നു. അത് തെറ്റാണ്, ഓപ്പറേഷൻ ഗംഗയാണ്. അപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധസമയത്ത് ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. അപ്പം നമ്മൾ പറഞ്ഞത് ഈയിടെ ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ ചില ദൗത്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ഒരു ദൗത്യം കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം. മോഖ ചുഴലിക്കാറ്റിൽ പെട്ടവരെ സഹായിക്കാനായി മ്യാൻമാറിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? മോഖ ചുഴലിക്കാറ്റിൽ പെട്ടവരെ സഹായിക്കാൻ മ്യാൻമാറിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഉത്തരം ഓപ്പറേഷൻ കരുണ. ഓപ്പറേഷൻ കരുണയാണ് മോഖ ചുഴലിക്കാറ്റിൽ പെട്ടവരെ സഹായിക്കാനായിട്ട് മ്യാൻമാറിൽ ഇന്ത്യ നടത്തിയ ദൗത്യം എന്ന് പറയുന്നത്, ഓപ്പറേഷൻ കരുണ. അടുത്ത ചോദ്യം നോക്കാം. 8ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സൗര ദൗത്യത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇന്ത്യയുടെ സൗര ദൗത്യത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് ആദിത്യ L1. ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് ആദിത്യ L1. രണ്ടാമത്തെ പ്രസ്താവന, ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. രണ്ടാമത്തെ പ്രസ്താവന, ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. മൂന്നാമത്തെ പ്രസ്താവന, ആദിത്യ L1 വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് PSLV XLC-57 ആണ്. PSLV XLC-57 ആണ്. അടുത്തത് നാലാമത്തെ പ്രസ്താവന, ആദിത്യ L1ന്റെ പ്രോജക്റ്റ് ഡയറക്ടർ ഡോക്ടർ SR ബിജു ആണ്. ആദിത്യ L1ന്റെ പ്രോജക്റ്റ് ഡയറക്ടർ ഡോക്ടർ SR ബിജു ആണ്. ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന എന്നതാണ് ചോദ്യം. ഒന്നുകൂടി വായിക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് ആദിത്യ L1. രണ്ടാമത്തെ പ്രസ്താവന, ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. മൂന്നാമത്തെ പ്രസ്താവന, വിക്ഷേപണ വാഹനം PSLV XLC-57 ആണ്. നാലാമത്തെ പ്രസ്താവന, പ്രോജക്റ്റ് ഡയറക്ടർ ഡോക്ടർ SR ബിജു ആണ്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. അതായത് പ്രോജക്റ്റ് ഡയറക്ടർ ഡോക്ടർ SR ബിജു എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. ആദിത്യ L1ന്റെ പ്രോജക്റ്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചത് നിഗർ ഷാജിയാണ്. നിഗർ ഷാജി. എന്നാൽ ഡോക്ടർ SR ബിജു എന്ന് പറയുന്നത് മിഷൻ ഡയറക്ടറാണ്. ആദിത്യ L1ന്റെ മിഷൻ ഡയറക്ടറാണ് ഡോക്ടർ SR ബിജു. എന്നാൽ പ്രോജക്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് നിഗർ ഷാജിയാണ്. ബാക്കി പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് ആദിത്യ L1. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ്. ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം എന്ന് പറയുന്നത് PSLV XLC-57 ആണ്. ഇനി നമുക്ക് ആദിത്യ L1നെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഈ പ്രസ്താവനകൾ പറഞ്ഞത്. എന്നാൽ നിലവിലെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ആരാണ്?
നിലവിലെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ആരാണ്? ജിതേന്ദ്ര സിംഗ് ആണ്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി നിലവിൽ ജിതേന്ദ്ര സിംഗ് ആണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ 2023 പത്മവിഭൂഷൺ അവാർഡ് ലഭിക്കാത്തത് ആർക്ക്? താഴെ പറയുന്നവയിൽ 2023 പത്മവിഭൂഷൺ അവാർഡ് ലഭിക്കാത്തത് ആർക്ക്? 2023 പത്മവിഭൂഷൺ അവാർഡ് ലഭിക്കാത്തത് ആർക്ക് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ SM കൃഷ്ണ, ഓപ്ഷൻ ബി വാണി ജയറാം, ഓപ്ഷൻ സി ശ്രീനിവാസ വരദൻ, ഓപ്ഷൻ ഡി ബാലകൃഷ്ണ ദോഷി. SM കൃഷ്ണ, വാണി ജയറാം, ശ്രീനിവാസ വരദൻ, ബാലകൃഷ്ണ ദോഷി. ഇവരിൽ ആർക്കാണ് 2023 പത്മവിഭൂഷൺ അവാർഡ് ലഭിക്കാത്തത്? ഇതാണ് ചോദ്യം. ആർക്കാണ് ലഭിക്കാത്തത്? ഉത്തരം ഓപ്ഷൻ ബി വാണി ജയറാം. വാണി ജയറാമിന് 2023 പത്മഭൂഷൺ അവാർഡാണ് ലഭിച്ചത്. 2023 പത്മഭൂഷൺ അവാർഡാണ് വാണി ജയറാമിന് ലഭിച്ചത്. ഇത് നമ്മൾ 2023 പത്മവിഭൂഷൺ അവാർഡ് ലഭിക്കാത്തത് ആർക്ക് എന്നതാണ് ചോദ്യം ഇട്ടത്. ഇതിൽ ഉത്തരം വരുന്നത് വാണി ജയറാമാണ്. വാണി ജയറാമിന് ലഭിച്ചത് 2023 പത്മഭൂഷൺ അവാർഡാണ്. അപ്പോൾ 2024 ഇപ്പോൾ ഭാരതരത്നയും പത്മ അവാർഡ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് നോക്കാം. 2024 പത്മ അവാർഡുകൾ. 2024 പത്മ അവാർഡുകളാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. 2024 ഭാരതരത്നം ലഭിച്ചത്, ഈ വർഷത്തെ ഭാരതരത്നം ലഭിച്ചത് കർപ്പൂരി ഠാക്കൂർ. ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി ഠാക്കൂർ. ഇദ്ദേഹത്തിനാണ് 2024 ഭാരതരത്നം അവാർഡ് ലഭിക്കുന്നത്. അടുത്തത് പത്മ അവാർഡ്സിൽ ഉൾപ്പെടുന്നതാണ് പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. അതിൽ പത്മവിഭൂഷൺ ലഭിച്ചത് 5 പേർക്കാണ്. ആർക്കൊക്കെയെന്ന് നോക്കാം. പത്മവിഭൂഷൺ ലഭിച്ച 5 പേരാണുള്ളത്. ഒന്നാമത്തെ വ്യക്തിയാണ് പത്മ സുബ്രഹ്മണ്യം. തമിഴ്നാട് സ്വദേശിനിയാണ് പത്മ സുബ്രഹ്മണ്യം. ഇവരുടെ മേഖല എന്ന് പറയുന്നത് കലയാണ്. ഭരതനാട്യം നർത്തകിയാണ് പത്മ സുബ്രഹ്മണ്യം. കല എന്ന മേഖലയ്ക്കാണ് പത്മ സുബ്രഹ്മണ്യത്തിന് പത്മവിഭൂഷൺ അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ പത്മവിഭൂഷൺ ലഭിച്ച ഒന്നാമത്തെ വ്യക്തി പത്മ സുബ്രഹ്മണ്യം, മേഖല കല. അടുത്ത രണ്ടാമത്തേത് വൈജയന്തി മാല എന്ന് പറയുന്നത് എന്താണ്? ഒരു നടിയാണ്. അവർക്ക് ലഭിച്ചതും കല എന്ന മേഖലയ്ക്കാണ്. വൈജയന്തി മാല. അപ്പോൾ പത്മവിഭൂഷൺ ലഭിച്ച 5 വ്യക്തികളെയാണ് പറയുന്നത്. 1 പത്മ സുബ്രഹ്മണ്യം, 2 വൈജയന്തി മാല, 3 വെങ്കയ്യ നായിഡു. നമുക്കറിയാം മുൻ ഉപരാഷ്ട്രപതിയാണ് വെങ്കയ്യ നായിഡു. വെങ്കയ്യ നായിഡുവിന് പബ്ലിക് അഫയേഴ്സിനാണ് ലഭിച്ചത്. പബ്ലിക് അഫയേഴ്സിനാണ് വെങ്കയ്യ നായിഡുവിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത്. അടുത്തത് ചിരഞ്ജീവി. നമുക്കറിയാം തെലുങ്ക് നടനാണ് ചിരഞ്ജീവി. അദ്ദേഹത്തിനും കലയ്ക്കാണ് ലഭിക്കുന്നത്. അടുത്തത് ബിന്ദേശ്വർ പതക്ക്. ബീഹാറിലെ സാമൂഹിക പ്രവർത്തകരാണ്. ഇദ്ദേഹത്തിന് സാമൂഹിക പ്രവർത്തനം എന്ന മേഖലയ്ക്കാണ് കിട്ടുന്നത്. ബീഹാർ സ്വദേശിയാണ് ആരെന്ന് പറയുന്നത്? ബിന്ദേശ്വർ പതക്ക്. ഇങ്ങനെ 5 പേർക്കാണ് 2024 പത്മവിഭൂഷൺ അവാർഡ് ലഭിക്കുന്നത്. ആർക്കൊക്കെയാണ്? പത്മ സുബ്രഹ്മണ്യം, വൈജയന്തി മാല, വെങ്കയ്യ നായിഡു, ചിരഞ്ജീവി, ബിന്ദേശ്വർ പതക്ക്. അടുത്തതായിട്ട് പത്മഭൂഷൺ നേടിയ മലയാളികൾ. 2024 പത്മഭൂഷൺ നേടിയ മലയാളികളിൽ ഒരാളാണ് ഫാത്തിമ ബീവി. നമുക്കറിയാം 2023 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചതും ആർക്കാണ്? ഫാത്തിമ ബീവിക്കാണ്. 2023 നവംബർ 23 ഫാത്തിമ ബീവി എന്ത് ചെയ്യുന്നു? മരിക്കുന്നു. അപ്പോൾ 2024 പത്മഭൂഷൺ നേടിയ ഒരു മലയാളിയാണ് ഫാത്തിമ ബീവി. മരണാനന്തരമായിട്ടാണ് ഫാത്തിമ ബീവിക്ക് അവാർഡ് ലഭിക്കുന്നത്. അടുത്തത് O രാജഗോപാൽ. പത്മഭൂഷൺ ലഭിക്കുന്ന 2ാമത്തെ മലയാളിയാണ് O രാജഗോപാൽ. അപ്പോൾ നമ്മൾ പറഞ്ഞത് 2024 ഭാരതരത്നം ലഭിച്ചത് കർപ്പൂരി ഠാക്കൂർ ആണ്. ഇനി 2024 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചത് പത്മ സുബ്രഹ്മണ്യം, വൈജയന്തി മാല, വെങ്കയ്യ നായിഡു, ചിരഞ്ജീവി, ബിന്ദേശ്വർ പതക്ക്. ഇനി 2024 പത്മഭൂഷൺ നേടിയ മലയാളികളാണ് 1 ഫാത്തിമ ബീവിയും 2 O രാജഗോപാലും. അടുത്തത് 2024 പത്മശ്രീ അവാർഡാണ് പറയേണ്ടത്. 2024 പത്മശ്രീ ലഭിച്ച മലയാളികൾ എന്ന് പറയുന്നത് 6 പേരാണ്. അതിൽ ഒന്നാമത്തെ വ്യക്തിയാണ് സദനം ബാലകൃഷ്ണൻ. 2024 പത്മശ്രീ ലഭിച്ച ഒന്നാമത്തെ വ്യക്തി സദനം ബാലകൃഷ്ണൻ. സദനം ബാലകൃഷ്ണന്റെ മേഖല എന്ന് പറയുന്നത് കഥകളിയാണ്. കഥകളി. അടുത്ത
രണ്ടാമത്തെ മലയാളി EP നാരായണനാണ്. EP നാരായണൻ. EP നാരായണൻ തെയ്യം കലാകാരനാണ്. തെയ്യം. അടുത്ത മൂന്നാമത്തേത് സത്യനാരായണ ബലേരി, കർഷകനാണ്. സത്യനാരായണ ബലേരി കാസർഗോഡ് സ്വദേശിയാണ്. സത്യനാരായണ ബലേരി കാർഷികം എന്ന് പറയുന്ന മേഖലയിലാണ് സത്യനാരായണ ബലേരി ഉൾപ്പെടുന്നത്. അടുത്ത നാലാമത്തേത് ചിത്രൻ നമ്പൂതിരിപ്പാടാണ്. ചിത്രൻ നമ്പൂതിരിപ്പാട് ഇദ്ദേഹം എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനൊക്കെയാണ്. ആരെന്ന് പറയുന്നത് ചിത്രൻ നമ്പൂതിരിപ്പാട്. നാലാമത്തേത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ്. അഞ്ചാമത്തേത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ്. 2024 പത്മശ്രീ ലഭിച്ചവരിൽ അശ്വതി തിരുനാൾ പത്മശ്രീ ലഭിച്ച മലയാളികളിൽ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി ഉണ്ട്. ആറാമത്തെ വ്യക്തിയാണ് മുനി നാരായണ പ്രസാദ്. ആത്മീയ ആചാര്യനാണ് മുനി നാരായണ പ്രസാദ്. അപ്പോൾ 2024 പത്മശ്രീ നേടിയ മലയാളികളുടെ എണ്ണം 6 ഒന്നാമത് കിട്ടിയത് സദനം ബാലകൃഷ്ണൻ കഥകളി, EP നാരായണൻ തെയ്യം, സത്യനാരായണ ബലേരി കാർഷികം, ചിത്രൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമാണ്, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ്, അടുത്തത് മുനി നാരായണ പ്രസാദ്. ഇങ്ങനെ 6 പേർക്കാണ് 2024 പത്മശ്രീ അവാർഡ് ലഭിച്ച മലയാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം 9ാമത്തെ ചോദ്യം 2023 പത്മവിഭൂഷൺ അവാർഡായിരുന്നു. ഇപ്പോൾ 2024 പത്മ അവാർഡ് കൊടുത്തു. അതാണ് 2024 പത്മ അവാർഡ് നമ്മൾ പറഞ്ഞത്. അടുത്ത ഈ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് പേപ്പറിലെ അവസാനത്തെ ചോദ്യം 10ാമത്തെ ചോദ്യം. 2023 ഗ്രാൻഡ് സ്ലാമിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? 2023 ഗ്രാൻഡ് സ്ലാമിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, വിംബിൾഡൺ പുരുഷ വിഭാഗം വിജയി കാർലോസ് അൽക്കാരസ്. വിംബിൾഡൺ പുരുഷ വിഭാഗം വിജയി കാർലോസ് അൽക്കാരസ്. രണ്ടാമത്തെ പ്രസ്താവന, US ഓപ്പൺ പുരുഷ വിഭാഗം വിജയി നൊവാക് ജോക്കോവിച്ച്. US ഓപ്പൺ പുരുഷ വിഭാഗം വിജയി നൊവാക് ജോക്കോവിച്ച്. മൂന്നാമത്തെ പ്രസ്താവന, ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം വിജയി കോക്കോ ഗാഫ്. ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം വിജയി കോക്കോ ഗാഫ്. നാലാമത്തെ പ്രസ്താവന, ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം വിജയി ആര്യാന സബലങ്ക. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം വിജയി ആര്യാന സബലങ്ക. ഇതിൽ ഏത് പ്രസ്താവനയാണ് തെറ്റ് എന്നതാണ് ചോദ്യം. പ്രസ്താവനകൾ ഒന്നുകൂടി വായിക്കാം. വിംബിൾഡൺ പുരുഷ വിഭാഗം വിജയി കാർലോസ് അൽക്കാരസ്, US ഓപ്പൺ പുരുഷ വിഭാഗം വിജയി നൊവാക് ജോക്കോവിച്ച്, ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം വിജയി കോക്കോ ഗാഫ്, ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം വിജയി ആര്യാന സബലങ്ക. ഇതിലേതാണ് തെറ്റായ പ്രസ്താവന? ഉത്തരം മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. അതായത് ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം വിജയി കോക്കോ ഗാഫ് എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. 2023 ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം വിജയി എന്ന് പറയുന്നത് ഇഗ സോട്ടക് ആണ്. ഇഗ സോട്ടക്. ഇഗ സോട്ടക് പോളണ്ട് സ്വദേശിയാണ്. ഇഗ സോട്ടക്. ബാക്കി പറഞ്ഞതെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. ഒന്ന്, വിംബിൾഡൺ പുരുഷ വിഭാഗം വിജയി കാർലോസ് അൽക്കാരസ് ശരിയാണ്. 2, US ഓപ്പൺ പുരുഷ വിഭാഗം വിജയി നൊവാക് ജോക്കോവിച്ച് ശരിയാണ്. 3, ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം വിജയി ഇഗ സോട്ടക്. അതായിരുന്നു നമ്മൾ മാറി തന്നിരുന്നത്. അത് ഇപ്പോൾ എന്താണ്? ഫ്രഞ്ച് ഓപ്പൺ 2023 ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിജയി എന്ന് പറയുന്നത് ഇഗ സോട്ടക് ആണ്. 4, ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം വിജയി ആര്യാന സബലങ്ക. അതും ശരിയായ പ്രസ്താവനയാണ്. അങ്ങനെ 10 കറണ്ട് അഫയേഴ്സിൻ്റെ ടെസ്റ്റ് പേപ്പർ മോഡലുള്ള ചോദ്യങ്ങളാണ് നോക്കിയത്. ഈ 10 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയായെന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.